അറ്റ് ദ സെയിം ടൈം റെയിൽവേനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം 10 മണിക്കാണ് കുട്ടി ഇവിടെ നിന്ന് പോയത്. കഴിഞ്ഞിട്ട് 4 മണിക്കാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഒരു 6 മണിക്കൂറിലെ ക്രൂഷ്യൽ ടൈം ഞങ്ങൾക്ക് ലോസ്റ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആരംഭിക്കുന്നത് FIR 4:30 ഇട്ടത്. പിന്നെ ഇവിടെ 5 മണിക്ക് 6 മണിക്കൂർ കൊണ്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആ ഇനീഷ്യൽ ക്രൂഷ്യൽ ടൈം ലോസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് നൈറ്റ് തന്നെ പെൺകുട്ടി പിടിക്കണം. ഏകദേശം ഈ സൈഡ് ആദ്യം തന്നെ ഈ സൈഡ് നോക്കിയിട്ടുണ്ട്. ദ ലെഫ്റ്റ് സൈഡ് വേർ വി ആർ സ്റ്റാൻഡിങ്. ഈ സൈഡ് എല്ലാം ഇവിടെ നിന്ന് അപ്രോച്ച് റൂട്ട്സ് എല്ലാം നോക്കിയിട്ടുണ്ട്. ഏകദേശം 2 കിലോമീറ്റർ അടുത്ത് CCTV ഇപ്പോൾ നോക്കി. ഈ പിണങ്ങിപ്പോയതുകൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനോ അങ്ങനെയൊക്കെയുള്ള സാധ്യത ഉണ്ടല്ലോ? പിണങ്ങിപ്പോയതാണെന്നല്ലേ പറയുന്നവര്? മനസ്സിലായില്ല. ഈ അവര് പിണങ്ങിപ്പോയിന്നാണല്ലോ പറയുന്നത്. അതെ, ആ സാധ്യത ഉണ്ട്. We are hoping that nothing bad happens to the kid. That's the എനിക്ക് will continue the investigation. അതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സാധ്യതയുണ്ട്. കാരണം വി ആർ 4 മണിക്കൂർ അസം ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിൽ ഇൻഫർമേഷൻ കൊടുത്തു. RPFക്കും ഞങ്ങൾ റെയിൽവേ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു. അവിടെ ആ ട്രെയിനിൽ നോക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ഏതെങ്കിലും CCTV ഉണ്ടോ? അത് നോക്കാനുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂയിങ് ആണ്. കൂടുതൽ ഇൻഫർമേഷൻ വന്നാൽ ഞാൻ ഇവിടെ 20 ദിവസമായി. 20 ദിവസം മാത്രമായി. 28-ാം തീയതിയാണ് ഇവിടെ വന്നത്. കൂടുതൽ സ്കൂളിൽ പോകുന്നില്ല കുട്ടി. അഡ്മിഷന് വേണ്ടി ജസ്റ്റ് 2-3 ദിവസം മുമ്പാണ് അങ്ങോട്ട് സ്കൂളിലോട്ട് എത്തിയത്. പക്ഷേ അഡ്മിഷൻ ഇതുവരെ ആയിട്ടില്ല. വീട്ടുകാർ നാട്ടുകാർ പറയുന്നത് കുട്ടി കൂടുതലായിട്ട് പുറത്തു വരില്ല. ഉണ്ടാവും. താങ്ക് യു.